കൃപാസന പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയ എന്നെയും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉയർത്തിയ ഈശോയ്ക്കും മാതാവിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാം. എൻ്റെ പേര് ഡിൽസ മാത്യു. ഞാൻ വരുന്നത് കോട്ടയം കൊറടങ്ങാട് ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ഫെബ്രുവരിയിലാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ അമ്മയുടെ ചേച്ചി വഴിയാണ്. എനിക്ക് കൃപാസനത്തിനെ പറ്റി ഷോർട്സൊക്കെ കാണുമായിരുന്നു യൂട്യൂബിലൊക്കെ. അപ്പം എനിക്ക് ഭയങ്കര മാതാവിനെ പറ്റി അറിയാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ കൃപാസനത്തെ പറ്റി എനിക്ക് അറിയത്തില്ല, ആരും പറഞ്ഞറിഞ്ഞുള്ള വിശ്വാസമല്ലായിരുന്നു എനിക്ക് മാതാവിനോടുണ്ടായിരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഒരാളാണ് മാതാവ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒരു തവണ ഞാൻ അമ്മയുടെ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് കൃപാസനത്തെ പറ്റി അറിയണം, ഒന്ന് പറഞ്ഞു തരാമോ, എനിക്ക് വരണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മയുടെ ചേച്ചി പറഞ്ഞു തന്നു, മാതാവാണ് ഭയങ്കര അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വരണം എന്നൊക്കെ. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഞാൻ വന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ +2 ഫൈനൽ എക്സാം ആയിരിക്കുന്ന ടൈമായിരുന്നു ആ സമയം. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ +2 ഫൈനൽ എക്സാം എടുക്കാറായി, എനിക്ക് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് അതിനുള്ള അനുഗ്രഹം കൃപയും തരണേന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ഏറ്റവും പാടായിട്ടുള്ള വിഷയമാണ്, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് സയൻസാണ് എടുത്തിരുന്നത്. അപ്പം എനിക്ക് ഏറ്റവും പാടുള്ള വിഷയമാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഞാൻ മാതാവിൻ്റെ അടുത്ത് അന്ന് വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ എനിക്ക് കെമിസ്ട്രി ഭയങ്കര പാടാണ്, എനിക്ക് തോറ്റു പോകുന്നൊരു പേടിയുണ്ട്, മാതാവ് എന്നെ ജയിപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അന്ന് വന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്ക് ഉടമ്പടി എടുത്താലോ, എനിക്ക് ഇങ്ങനെ പ്രാർത്ഥനയുടെ ജീവിത വഴി എനിക്ക് മുന്നോട്ട് പോകാനാണ് താല്പര്യം, അല്ലെങ്കിൽ എനിക്ക് എന്നാ അറിയാം ഒറ്റപ്പെട്ട രീതിയിൽ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അമ്മ പറഞ്ഞു നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത് എൻ്റെ +2 പരീക്ഷ വിജയിക്കണമെന്നാണ്. അതിൻ്റെ മെയിനായിട്ട് കെമിസ്ട്രി പരീക്ഷ. ഞാൻ അങ്ങനെ പരീക്ഷ എടുത്തു. അങ്ങനെ പരീക്ഷയ്ക്ക് പോയി. ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ ക്ലാസ് റൂമിൽ കൊണ്ടുപോയി. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ക്ലാസ് റൂമിൽ വിതറി. നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശ് വരച്ചു. അങ്ങനെ എൻ്റെ കഴിഞ്ഞു പോയ വിഷയങ്ങളൊക്കെ എനിക്ക് കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റി. കെമിസ്ട്രി പരീക്ഷ പക്ഷേ അവസാനമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിരുന്ന് ഞാൻ പഠിച്ചു. മാതാവിനെ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഭയങ്കര പാടായിരിക്കും, എന്നെ ഒന്ന് കൈവിട്ടേക്കരുതേ, മാതാവിൻ്റെ അടുത്ത് വന്ന് എഴുതിയേക്കണമെന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പരീക്ഷയ്ക്ക് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോൾ ഞാൻ പഠിച്ചെന്താണോ അത് തന്നെയാണ് എനിക്ക് മാതാവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണിച്ചു തന്നത്. നല്ല രീതിയിൽ തന്നെ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റി. എനിക്ക് നല്ല വിശ്വാസം തോന്നി മാതാവിനെ വിജയിപ്പിക്കുമെന്ന്. അങ്ങനെ റിസൾട്ട് വന്നു. +2 പാസ്സായി. +2 പാസ്സാക്കി ഭയങ്കര സന്തോഷമായിരുന്നു. അതിന് മാതാവിന് ഈശോയോട് നന്ദി പറഞ്ഞു. +2 കഴിഞ്ഞ് ഞാൻ നഴ്സിംഗ് പഠിക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ നഴ്സിംഗ് പഠിക്കാമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. എൻ്റെ കസിൻ ചേച്ചി പഠിക്കുന്ന കർണാടകയിലുള്ള ഒരു കോളേജിലാണ് ഞാൻ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഞാൻ അഡ്മിഷൻ എടുത്തത്. അങ്ങനെ ഞാൻ അഡ്മിഷൻ എടുത്തു. ഫസ്റ്റ് ഇയറിൽ 3,20,000 രൂപയായിരുന്നു ഞങ്ങൾക്ക് അടയ്ക്കേണ്ടിയിരുന്നത്. അല്ലാത്ത 1,20,000 രൂപ ഞങ്ങൾക്ക് പറഞ്ഞ മാസത്തിനുള്ളിൽ അടച്ചു തീർക്കണമായിരുന്നു. എഡ്യൂക്കേഷൻ ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ 1 വർഷം കൊണ്ട് പിടിക്കുമെന്നാണ് അവർ പറഞ്ഞത്. 1 വർഷയിലും മേ ബി നിൽക്കുമെന്ന് പറഞ്ഞു ഇങ്ങനെ ലോൺ പാസ്സായി കിട്ടാൻ വേണ്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഇന്ന മാസത്തിനുള്ളിൽ 1,20,000 രൂപ അടയ്ക്കുകയും ചെയ്യണം. എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്യാൻസർ രോഗിയായിരുന്നു. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നത്. അപ്പോൾ അമ്മയ്ക്ക് അതിനനുസരിച്ച് പണിയെടുക്കാനൊന്നും പറ്റത്തില്ല. അച്ഛനാണെങ്കിൽ വയ്യാത്ത ഒരാളാണ്. അച്ഛൻ പണിക്കൊക്കെ പോകും, പക്ഷേ ഈ 1,00,000 രൂപ ഒപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ ഒരു എൻ്റെ ഇടവകയിലുള്ള പള്ളിപ്പെരുന്നാളിൽ ഞാൻ അൽത്താര ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കോള് വന്നു. അപ്പം ഞാൻ ആദ്യം എടുത്തില്ല. ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വിളിച്ച്. അത് പാലായിന്ന് ബാങ്കിൽ നിന്നായിരുന്നു. അവർ പറഞ്ഞു നിങ്ങളുടെ ലോൺ പാസ്സായിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. കാരണം 1 വർഷം പിടിക്കുമെന്ന് എന്നോട് ബാങ്കിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ എനിക്ക് 2 മാസം കൊണ്ട് എനിക്ക് ആ ലോൺ പാസ്സായി കിട്ടി. അവർ പറഞ്ഞ മാസത്തിനുള്ളിൽ എനിക്ക് ലോൺ അടച്ചു തീർക്കാനും പറ്റി, ആ പൈസ അടച്ചു തീർക്കാനും പറ്റി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെം എക്സാം തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ അടുത്ത നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നൊരു കാര്യമാണ് എൻ്റെ നേഴ്സിംഗ് പഠനത്തിൽ ആദ്യത്തെ സെം എക്സാം എനിക്ക് പാസ്സാക്കി തരണം എന്നുള്ളത്. അപ്പം ഞാനത് നിയോഗത്തിൽ വെച്ചു, മാതാവേ എനിക്ക് ബയോകെമിസ്ട്രി, അനാട്ടമി, ഫിസിയോളജി, സോഷ്യോളജി, സൈക്കോളജി ഒക്കെ ഉണ്ട്, എനിക്കത് ഭയങ്കര പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉടമ്പടി കുറേ ഉഴപ്പമൊക്കെ ചെയ്തായിരുന്നു. എനിക്കത് ഫോക്കസ് ചെയ്യാനൊക്കെ പറ്റാതെ പോയി. അപ്പം മാതാവിൽ നിന്ന് ഈശോയിൽ നിന്ന് അകന്നു പോകുന്ന പോലെ എനിക്കെന്തോ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ ആ സമയത്ത് എൻ്റെ എക്സാം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, പക്ഷേ ഞാൻ അത്ര തീക്ഷ്ണതയോടൊന്നുമല്ല പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ പരീക്ഷയ്ക്ക് പോയത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു എക്സാം. റിസൾട്ട് വന്നപ്പോൾ ഞാൻ എല്ലാ വിഷയത്തിനും തോറ്റുപോയി.
എനിക്കത് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. കാരണം ഞാനന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു. കാരണം ഞാൻ അന്ന് ആ ഒരു 26 ബുക്ക്ലെറ്റ്, ആ ബുക്ക്ലെറ്റിൻ്റെ പേജ് 26 എണ്ണം ഉണ്ടായിരുന്നു. 10 പേജത്തോളം എനിക്ക് എഴുതാൻ പറ്റിയുണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ടഫായിരുന്നു എനിക്ക് ആ എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എന്തുകൊണ്ട് എന്നെ തോൽപ്പിച്ചു, ഞാൻ ഇനി ഉടമ്പടി ഉഴപ്പിയത് കാരണമാണോ എന്താണെന്ന് എനിക്കല്ല. മെയിനായിട്ട് കാരണം ഞാൻ ഉടമ്പടി ഉഴപ്പിയത് കാരണമാണ് ഞാൻ ആ പരീക്ഷയ്ക്ക് തോറ്റു പോകാൻ തന്നെ കാരണം. അങ്ങനെ ഞാൻ ഒന്നും കൂടെ ഞാൻ മാതാവിനോട് പക്ഷെ എന്നാലും ഞാൻ വിശ്വാസം ഞാൻ കൈവിടാൻ ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിശ്വാസത്തിൽ തന്നെ നിന്നു. ഞാൻ അവിടെ തോറ്റുപോയെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ വിശ്വാസത്തെ ഞാൻ കൈവിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ മാതാവ് ഈശോയും മാത്രമേ എനിക്കുള്ളൂ. ഞാനൊരു എക്സാമിൽ തോറ്റുപോയെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഈശോയുടെ മാതാവിനെ ഞാൻ കൈവിട്ടിട്ടില്ല. ഞാൻ അങ്ങനെ എൻ്റെ സെക്കൻഡ് സെം അങ്ങനെ അത്ര വിഷയം എനിക്ക് സപ്ലി വന്നു. എൻ്റെ സെക്കൻഡ് സെം എക്സാം സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് സെം എക്സാം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അന്ന് എനിക്ക് കൃപാസന്ധി വരാൻ പറ്റിയൊന്നുമില്ലായിരുന്നു. എനിക്കന്ന് വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് കർണാടകയിലായ കാരണം എനിക്കത് പറ്റത്തില്ല. ലീവ് എടുത്ത് വരാമെന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ അവർ ലീവ് തരത്തില്ല. അപ്പം ഞാൻ അന്ന് മാതാവിനെ പ്രാർത്ഥിച്ചു. പിന്നെ ഞാനോട് ഉടമ്പടി ഞാൻ നല്ല പൂർണ്ണമായിട്ട് ഞാൻ നല്ല ഈശോ നല്ല ഭക്തിയോടും വിശ്വാസം കൈവിടാതെ തന്നെ ഞാനത് മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ എൻ്റെ സെക്കൻഡ് സെം എക്സാം ഞാൻ മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും തൈലവും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പുരട്ടി. എനിക്ക് അറിയാവുന്ന വചനങ്ങൾ ഞാൻ എൻ്റെ യോഗ്യതയിലല്ല അങ്ങയുടെ കൃപയാൽ എനിക്ക് വിജയം നൽകണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ സെക്കൻഡ് സെം എക്സാം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോയത്. ബയോ കെമിസ്ട്രിയും ന്യൂട്രീഷനുമായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. എനിക്ക് ഒട്ടും അറിയില്ലാത്ത സംഭവമാണ് ഈ ബയോ കെമിസ്ട്രി എന്ന് പറയുന്നത്. കെമിസ്ട്രി ഓൾറെഡി തന്നെ എനിക്ക് ഭയങ്കര പാടായിട്ടുള്ള വിഷയമായിരുന്നു. അങ്ങനെ 26 ബുക്ക്ലെറ്റിൽ അതിൽ എനിക്ക് 10 പേജോളം എനിക്ക് ബയോ കെമിസ്ട്രി എഴുതാൻ പറ്റുള്ളൂ. എനിക്ക് അവിടെ കൊണ്ട് എനിക്ക് ടെൻഷൻ കൂടി, ഇനി വല്ലതും ബയോ കെമിസ്ട്രി മൂലം ഞാൻ തോറ്റു പോകുമെന്ന്. അങ്ങനെ ന്യൂട്രീഷൻ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അടുത്ത നേഴ്സിംഗ് ഫൗണ്ടേഷനുള്ള എക്സാം. നേഴ്സിംഗ് ഫൗണ്ടേഷൻ വന്നിട്ടുണ്ടെങ്കിൽ 50 ബുക്ക്ലെറ്റ് ഉണ്ട്. ആ 50 പേപ്പർ എങ്ങനെ എഴുതി തീർക്കുമെന്നല്ല. 3 മണിക്കൂറുണ്ട്. 3 മണിക്കൂർ നമ്മൾ വലുതായിട്ടൊക്കെ തോന്നും. പക്ഷേ ആ 50 പേപ്പറിൽ ഒരു മിനിമം ഒരു 30-40 പേപ്പറല്ലേ എങ്ങനെ എഴുതി തീർക്കണമായിരുന്നു. അപ്പം എനിക്ക് എങ്ങനെ അറിയത്തില്ല. ഞാൻ കൂടുതലും ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, എൻ്റെ യോഗ്യതയിലല്ല അങ്ങയുടെ കൃപയാൽ എനിക്ക് വിജയം നൽകണമെന്ന് ഞാൻ എൻ്റെ എക്സാമിൻ്റെ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ ഉരുവിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ആ ബുക്ക്ലെറ്റ് 50 പേപ്പറിൽ ഞാൻ 48 പേപ്പർ ഞാൻ കംപ്ലീറ്റ് ആക്കി. എൻ്റെ തല അടിച്ചു പോകുന്ന പോലെ വേദനയായിരുന്നു എനിക്ക് സ്പീഡിൽ എഴുതിയിട്ട്. അങ്ങനെ എനിക്ക് പക്ഷെ ഞാനവിടെ 1 മിനിറ്റ് പോലും സ്റ്റോപ്പ് ചെയ്യാൻ നിന്നിട്ടില്ല. കാരണം ആ സമയത്ത് ഞാൻ എഴുതിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ 48 പേപ്പർ ഞാൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റി. പിന്നെ 2 പേജിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് 50 പേപ്പർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നപ്പം എനിക്ക് നല്ല മാർക്കോടെ തന്നെ ഞാൻ പാസ്സായി. എനിക്ക് പോയ വിഷയം ഞാൻ സപ്ലി എഴുതിയെടുത്തായിരുന്നു. സപ്ലിക്ക് ഞാൻ അത്ര വിഷയം പോയി. മാതാവിനോട് ഈശോയോട് ഞാനന്ന് പറഞ്ഞായിരുന്നു, ഇതുപോലെ തന്നെയാണ് ഞാൻ സപ്ലിക്ക് ഞാൻ എൻ്റെ യോഗ്യത അല്ല അങ്ങനെ കൃപ എനിക്ക് വിജയം നൽകണമെന്ന്. അതും ആ സമയത്തും എനിക്ക് നല്ല എക്സാം എഴുതാൻ പറ്റി. അതിൻ്റെ റിസൾട്ട് വന്നു. സപ്ലിയുടെയും ഈ സെക്കൻഡ് സെമ്മിൻ്റെ റിസൾട്ട് ഒരുമിച്ചാണ് വന്നത്. അങ്ങനെ സപ്ലിക്ക് എനിക്ക് ഫസ്റ്റ് ക്ലാസ്, അത് ഫുൾ മാർക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ തന്നെ ഞാൻ അതിനും പാസ്സായി. അതിന് ഈശോയ്ക്ക് മാതാവിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ അവിടെ എൻ്റെ സത്യം പറഞ്ഞാൽ ആ എക്സാമിൻ്റെ സമയത്ത് എൻ്റെ മാതാവ് എൻ്റെ അടുത്തിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം എനിക്ക് ആരോ പറഞ്ഞു തരുന്ന പോലെ. അത് പറഞ്ഞ ആർക്കും മനസ്സിലാകത്തില്ല. കാരണം അത് അനുഭവിച്ചാലേ അത് മനസ്സിലാകത്തുള്ളൂ. മാതാവിൻ്റെ ഈശോയുടെ ഒരു സാന്നിധ്യം, മാതാവിൻ്റെ ഈശോയ്ക്കുള്ള സാന്നിധ്യം എന്നിലൂടെ വന്നിട്ടുള്ളതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് വിശ്വാസമുള്ളൊരു കാര്യമാണ്. പിന്നെ അടുത്തതായിട്ട് ഞാൻ എനിക്കൊരു ഭവനം 10 വർഷത്തോളമായി പഞ്ചായത്തിൽ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ വല്യമ്മച്ചയൊക്കെ കയറി ഇറങ്ങി നടക്കുന്നു. ഒരു ഭവനമില്ല. കാരണം ഞങ്ങൾ തറവാട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളുടെ നിന്ന് ലോൺ എടുത്ത് വെക്കാനൊന്നും പറ്റുന്ന കാര്യമൊന്നുമില്ല. ആധാരം പണയം വെക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പം അങ്ങനെ സർക്കാരിൽ നിന്ന് കുറേ തവണ ഞങ്ങൾ അപേക്ഷ വെക്കുകയും തള്ളി കളയുകയും ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ടായിരുന്നു അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് എന്തുകൊണ്ട് എത്രയോ പേർക്ക് വീട് കൊടുക്കുന്നു, സാക്ഷ്യത്തിൽ എത്രയോ പേർക്ക് ഇങ്ങനെ പറയുന്നു വീട് ലഭിക്കുന്നുണ്ട്, അവർക്ക് വീട് മാതാവ് വെച്ച് കൊടുത്തു തന്നൊക്കെ. അപ്പോൾ എനിക്കും വീട് തന്ന എന്നൊക്കെ ഞാൻ എപ്പോഴും മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഉടമ്പടി എടുത്ത് എന്നാണോ ഞാൻ അന്ന് യോത്തി വെച്ചത്, ഞാൻ അന്ന് കർണാടകയിലായിരുന്നു. ഞാൻ എൻ്റെ അമ്മേനെ ഫോൺ വിളിച്ച് പറഞ്ഞു, അമ്മേ മോളെ നമുക്ക് വീടിന് അപേക്ഷ അവർ സ്വീകരിച്ചു. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷേ എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ അന്ന് ഈശോയോട് മാതാവിനെ മുട്ടുകുത്തിയാണ് ഞാൻ നന്ദി പറഞ്ഞത്. 6 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ വീട് പണിയും പൂർത്തിയാക്കാൻ പറ്റി. അതുപോലെ കീർത്താമസം നല്ല പാലുകാച്ച നിലയത്തിൽ തന്നെ ഭംഗിയാക്കി മാതാവ് ഈശോയെ നന്ന് അനുഗ്രഹിച്ചു. പിന്നെ ഇത്ര അനുഗ്രഹങ്ങളാണ് മാതാവ് ഈശോ എനിക്ക് തന്ന് അനുഗ്രഹിച്ചത്. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഈ പത്രങ്ങളൊക്കെ ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് കിട്ടുന്ന പത്രങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോയി ഇവിടുന്ന് വൈക്കത്തെത്തിയ തന്നെ ഞാൻ വഴിയരികിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഞാൻ കൊണ്ട് കൊടുക്കും. ഞാൻ പ്രാർത്ഥിച്ചാൽ കൊടുക്കത്തുള്ളൂ. ഒരിക്കലും ചുമ്മാ ഞാൻ പത്രം കൊടുക്കത്തില്ല. ഞാൻ ഈശോയുടെ മാതാവിനെ പറ്റി ഞാൻ പറഞ്ഞാണ് കൊടുക്കത്തുള്ളൂ. അവർ കുറേ പേര് നിരസിച്ചിട്ടുണ്ട് എൻ്റെ പത്രം കൊടുത്തപ്പം. എനിക്കത് ഭയങ്കര സങ്കടമായി. കാരണം ഞാനൊന്ന് കരഞ്ഞ്
ഒന്ന് പത്രം നിരസിച്ച കാരണം ഞാൻ ഇങ്ങനെ കാരണം അവർ നിരസിച്ചാലും അവരോട് പൊറുക്കണേ മാതാ ഈശോയെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു കൊടുക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കും. അവർക്ക് ഈശോയിലേക്ക് അറിയാൻ വേണ്ടി ഞാൻ എനിക്ക് ഈശോയെ പറ്റിയും മാതാവിനെ പറ്റി എന്തൊക്കെ എനിക്ക് അറിയാമെന്നോ അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. അവരുടെ ഉള്ളിലേക്കൊരു വിശ്വാസം എനിക്ക് എത്തിക്കണം, അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ കോളേജിലെ എല്ലാ മാംസിനും കന്നഡക്കാരാ. അവരോട് വരെ ഞാനത് അവർക്ക് തമിഴ് അറിയാം, മലയാളം അറിയാം, കുഴപ്പമില്ല, മലയാളം കുറച്ചറിയാം. കൂടുതലും അവർ കന്നഡക്കാരായ കാരണം അവർക്ക് തമിഴ് കുറച്ച് പിടുത്തമുള്ളൂ, എന്നാലും തമിഴും കന്നഡ അവർക്ക് അറിയത്തുള്ളൂ. അപ്പം ഞാൻ തമിഴിലാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് കൃപാസനത്തെ പറ്റി. അവർ മുസ്ലിംസ് അല്ലായിരുന്നു തന്നെ. അപ്പം അവർ മാതാവിനെ പറ്റി ഞാൻ മാതാവിൻ്റെ പത്രം ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പം തമിഴിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ പത്രം അവർക്ക് കൈമാറിയേനെ. പക്ഷെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു മാതാവിനെ പറ്റി, മാതാവിന് തന്ന അനുഗ്രഹം, എനിക്ക് കിട്ടിയ എൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ ഞാൻ അവരോട് എന്നെ പഠിപ്പിക്കുന്ന മാംസിനോട് ഞാൻ തമിഴിലാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അവർക്കത് ഭയങ്കര എൻ്റെ മാതാവിനെ പറ്റി ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അവർക്ക് ഭയങ്കര എന്നാന്ന് അറിയത്തില്ല, അവർക്ക് മാതാവിനെ പറ്റി ഞാൻ ക്ലാസ്സിൽ എപ്പോൾ വന്നാലും എന്നോട് ഡീൽസ് നീ മാതാവിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ. അവർക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവർ മുസ്ലിംസാണ്, അപ്പം ഹിന്ദുക്കളും ഉണ്ട്, അപ്പോൾ ഒരു അന്യ ഭാഷക്കാർ. അപ്പോൾ അവരിങ്ങനെ ചോദിക്കുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ ഞാൻ മാതാവിനെ പറ്റി പറഞ്ഞു കൊടുത്തത്. പിന്നെ അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങളുടെ കോട്ടയംപള്ളി ഞാൻ പോകുമ്പം അവിടെ വഴിയരികെ ഇരിക്കുന്ന അപ്പനും അപ്പച്ചന്മാരൊക്കെ ഉണ്ട്. അവർക്ക് എൻ്റെ വീട്ടിൽ ഞാൻ എപ്പോൾ ലീവിന് നാട്ടിൽ വന്നാലും ഞാൻ എപ്പോഴും 8 പൊതിയായാലും പൊതിച്ചോറ് ഞാൻ അവർക്ക് കൊണ്ട് കൊടുക്കും. കാരണം എനിക്ക് എപ്പോൾ ലീവിന് വന്നാലും എനിക്കത് കൊടുത്തേ മതിയാവുള്ളൂ. അത് ഞാൻ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മാത്രം ഞാൻ അവിടെ പോയി കൊടുക്കാറുള്ളൂ. എൻ്റെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ പോലും ഞാൻ കൊടുക്കാതിരിക്കില്ല. അവർക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്നെ പ്രതീക്ഷിച്ച് അവരിയ്ക്കും. കാരണം എന്നോട് പറയും ഇനി വരുമ്പോൾ നീ പൊതിച്ചോറിന് കൂടുതൽ കൊണ്ടുവന്നൊക്കെ പറഞ്ഞ് വരും. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ വെള്ളക്കുപ്പി ഉണ്ടെങ്കിൽ ഞാൻ വെള്ളം മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കും. കാരണം എൻ്റെ മുമ്പിൽ ആരെങ്കിലും ഞാൻ എപ്പോൾ പോയാലും മുന്നിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 രൂപയിലും ഞാൻ കൊടുക്കാതിരിക്കത്തില്ല. കാരണം എനിക്ക് കൊടുത്തില്ലെങ്കിൽ അത് ഭയങ്കര സങ്കടമായിട്ട് തോന്നും. പിന്നെ എൻ്റെ സ്വപ്നത്തിൽ എപ്പോഴും മാതാവ് വരുമായിരുന്നു. കൃപാസന മാതാവ് എന്നോട് പറഞ്ഞു, ഒരിക്കലും നീ പ്രാർത്ഥന കൈവിടരുത്. എൻ്റെ സ്വപ്നം എപ്പോഴും ഞാൻ വിചാരിക്കും, എല്ലാവരും സാക്ഷ്യം പറയുമ്പം സ്വപ്നത്തിൽ മാതാവ് വന്നിട്ടുണ്ടെന്നൊക്കെ എന്നെ പറയുമ്പം എൻ്റെ സ്വപ്നത്തിൽ ഒരു തവണയെങ്കിലും മാതാവ് വരണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം എൻ്റെ സ്വപ്നത്തിൽ ഒരു വയലാണ്. അവിടെ ഒരു മഴവില്ലിൻ്റെ അടുത്ത് ഇങ്ങനെ മാതാവ് വന്നിങ്ങനെ നിന്നിട്ട്, മേഘത്തിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് നിൻ്റെ പേരിങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട്, നീ ഒരിക്കലും നിൻ്റെ പ്രാർത്ഥന നീ കൈവിട, നീ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന നീ ചൊല്ലാതിരിക്കില്ല, മുടക്കരുതെന്ന് എൻ്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അറിയത്തില്ല. ഞാൻ സ്വപ്നമാണ് കണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു. കാരണം അമ്മ സ്വപ്നത്തിലായാലും എനിക്ക് നേരിട്ട് അമ്മ എന്നെ വരത്തില്ല, അമ്മ സ്വപ്നത്തിൽ മാത്രമേ വന്നുള്ളൂ. എനിക്ക് സ്വപ്നത്തിലും വന്നല്ലോ എന്ന് വിചാരിച്ചാൽ അതിനും എനിക്ക് സന്തോഷം തോന്നി. എന്നാലും അമ്മ ഒരു തവണയെങ്കിലും എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെടും. എനിക്ക് അങ്ങനെയൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ എന്തെങ്കിലും മാതാവ് എൻ്റെ അടുത്ത് അങ്ങനെ ഒരു പെടുന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. പത്രം ഞാൻ എല്ലായിടത്തും പൊതുവേദികളിലൊക്കെ ഞാൻ വിതരണം ചെയ്യും. ഞാൻ എല്ലാവരോടും പറഞ്ഞാണ് ഞാൻ വിതരണം ചെയ്യത്തുള്ളൂ. ആത്മീയ ജീവിതത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അങ്ങനെ ഈശോയിലേക്കും മാതാവിലേക്കുള്ള വിശ്വാസം കൊണ്ടുവരാനും അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഒരിക്കലും ഞാൻ ഒരാളുടെ അടുത്ത് എന്നിട്ട് മാതാവിനെ പറ്റി ഞാൻ അവരുടെ ഉള്ളിലെ ഒരു വിശ്വാസം വരുത്തിച്ചിട്ട് ഞാൻ അവരുടെ അടുത്തുനിന്ന് ഞാൻ പോരുള്ളൂ. കാരണം അവർ തർക്കിച്ചാൽ പോലും തന്നെ കുറേ പേര് തർക്കിച്ചിട്ടൊക്കെ ഉണ്ട് മാതാവിൻ്റെ ഈശോയുടെ ഇങ്ങനെ പറഞ്ഞ്. പക്ഷെ അവരുടെ ഉള്ളിൽ ഞാൻ വിശ്വാസം വരുത്തിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതാനുഭവം തന്നെയാണ് ആ ഒരു തെളിവെന്ന് പറയുന്നത് തന്നെ. കാരണം എൻ്റെ എക്സാം തന്നെ എനിക്കൊരു ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ അവിടെ കാണപ്പെടുന്നത്. പിന്നെ പിന്നെ മാതാവ് ഈശോയും ഒരിക്കലും എനിക്ക് എപ്പോഴും എൻ്റെ അമ്മേനെ അപ്പനെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ ഒരു ക്യാൻസർ രോഗിയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് മരുന്ന് നിർത്താനായിട്ടില്ല. പക്ഷേ എൻ്റെ അമ്മേനെ അപ്പനും അമ്മയ്ക്ക് നല്ല അവർക്ക് എന്നാ പറയുക, ഒരു ശരീരത്തിലൊരു വേദന വരുമ്പോൾ ആ ഉടമ്പടി തൈലം ഉപ്പും ഞാൻ പ്രാർത്ഥിച്ച് ഇവർ ഉള്ളിൽ കൊടുക്കുമ്പോൾ അവർക്ക് നല്ലൊരു അവർക്കൊരു ഉറക്കം ലഭിക്കും. എൻ്റെ അമ്മയ്ക്ക് പല രാത്രികളിൽ ഞാൻ എപ്പോൾ വന്നാലും എൻ്റെ അമ്മയ്ക്ക് ഉറക്കം ലഭിക്കാറില്ല. കാരണം ഉടമ്പടി വസ്തുക്കൾ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ വന്നാലേ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുവായ ഉപ്പും ഇഷ്ട തൈലോ ഞാൻ അവിടെ നെറ്റി കുരിശ് വരച്ച്, ഞാൻ നാക്കിലും കുരിശ് വരച്ച് ഞാൻ കൊടുക്കും. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോൾ വന്നാലും ഞാൻ കുമ്പസാരിക്കാതെ പോകത്തില്ല. എനിക്ക് അവിടെ പള്ളി ഉണ്ടെങ്കിലും എനിക്കവിടെ പോകാൻ പറ്റത്തില്ല. ഇവിടെ വന്നാലേ എനിക്ക് വിശുദ്ധ കുർബാന പോകാൻ പറ്റുള്ളൂ. ഞാൻ മിക്ക മാസം ഈ പ്രാവശ്യം എനിക്ക് 1 മാസം ലീവ് കിട്ടി. 1 മാസം ലീവ് കിട്ടിയാൽ ഞാൻ ഒന്ന് കുമ്പസാരിച്ച് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് സെമിനാരി ഉണ്ട്. അവിടെ ഞാൻ 6:45 കുർബാന, ഞാൻ 6:30 പോയിട്ട് ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പങ്കുകൊള്ളും. കുർബാന എന്ന്
പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയണത്, നമുക്ക് അവിടെ നമ്മൾ ഈശോ നമ്മുടെ ഉള്ളിലോട്ട് വരിക. അവിടെ ഈ നമ്മുടെ അൾത്താരയിൽ ഈശോ വന്ന മാതിരിയുള്ള ഒരു ഫീലിംഗ്. കുർബാന ചുമ്മാ ഞാൻ പണ്ടൊക്കെയാണെങ്കിൽ കുർബാന എടുത്ത് ചുമ്മാ നിൽക്കുമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ കുർബാനയുടെ വാല്യൂ എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. കുർബാന അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു കാര്യമല്ലെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കുർബാന നിസ്സാരമായിട്ട് ആരും തള്ളിക്കളയരുത്. കാരണം അത് അവിടെ ഈശോ വന്ന് അത് സ്വർഗം തുറക്കപ്പെടുവാണ്. അവിടെ കുർബാനയിടയിൽ ഈശോ അച്ഛന്മാർ നമ്മുടെ ചക്രാരി അവിടെ സ്വർഗം തുറക്കപ്പെടുവാണ്. കാരണം എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രസൻസ് എൻ്റെ ഉള്ളിലുള്ളത് എനിക്ക് തന്നെ സ്വന്തമായിട്ട് ബോധപ്പെട്ടിട്ടുണ്ട്. അത് അപ്പം ഞാൻ വരുമ്പോൾ കുമ്പസാരിക്കും. പിന്നെ കുടുംബ പ്രാർത്ഥന ഞാൻ മുടക്കിയിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് ഞാൻ ജപമാല ചൊല്ലും കേട്ടോ. ജപമാല ഒരിക്കലും ഞാൻ കൈവിടത്തില്ല. ജപമാല എപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാൻ എപ്പോഴും വെക്കും. ഞാൻ ക്ലാസ് റൂമിൽ പോയാലും ഞാൻ എവിടെ പോയാലും ഞാൻ ജപമാല കൈപ്പിടിച്ച് നടക്കത്തുള്ളൂ. മാതാവിനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചാണ് നടക്കുകയുള്ളൂ. ഒരിക്കലും നിങ്ങളാരും പ്രാർത്ഥന മുടക്കരുത്, കുടുംബ പ്രാർത്ഥന മുടക്കരുത്. കാരണം കുടുംബ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ. നമ്മുടെ കുടുംബത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ കുടുംബ പ്രാർത്ഥനയാണ്. കാരണം നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുക. ഒരിക്കലും നമ്മൾ വേറെ കാര്യത്തിനൊന്നും പോകില്ല. നമ്മൾ ഒരു അരമണിക്കൂറോ ഒരു 5 മിനിറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി സമയം മാറ്റി വെക്കുക. എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. കാരണം ഞാൻ അതിലേക്ക് എൻ്റെ വിശ്വാസം വർദ്ധിച്ചു വന്നപ്പോഴാണ് എനിക്ക് ഈ ജപമാലയെ പറ്റിയും ഈശോയുടെ മാതാവിൻ്റെ ശക്തിയെപ്പറ്റിയും എനിക്ക് അറിയുന്നത്. ഞാൻ പ്രാർത്ഥിക്കുമെങ്കിലും എനിക്ക് അത്ര വിശ്വാസം ഉണ്ട്, പക്ഷെ എന്നാലും എനിക്ക് അത്ര ഇതില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് എന്നാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അന്നാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വിശ്വാസവും പ്രാർത്ഥിക്കാനുള്ള ഒരിതും എല്ലാവരോടും ഈശോയെ പറ്റി എല്ലാവരും എത്തിക്കാനുള്ള ഒരിതും ഇതൊക്കെ എൻ്റെ ഉള്ളിൽ വന്നത്. അങ്ങനെ പത്രം ഞാൻ എല്ലാവർക്കും എൻ്റെ കോളേജിലുള്ള മുസ്ലിം സ്റ്റുഡൻസിനും അവരിലേക്ക് ഞാൻ കൂടുതൽ എത്തിക്കാൻ ശ്രമിക്കാറുള്ളൂ. കാരണം മുസ്ലിം സ്റ്റുഡൻസിനോട് ഞാൻ അങ്ങനെയുള്ള അവരോട് തന്നെ ഞാൻ കൃപാസനത്തെ പറ്റി പറഞ്ഞു നന്ദി പറയും. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കാൽ വഴുതുന്നു എന്ന് വിചാരിച്ചപ്പോഴേക്കും കർത്താവേ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. സങ്കീർത്തനം 94:18 വചനമാണ്. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹവും കരുണയും കൃപയും നമ്മെ വീഴാൻ അനുവദിക്കാത്ത താങ്ങി നിർത്തുന്ന ഒരു സ്നേഹമാണ്. നമ്മുടെ ശക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് നമ്മളിപ്പോൾ നിലനിൽക്കുന്നത്. മരിയൻ ഉടമ്പടിയിൽ ദൈവത്തോടുള്ള ഒരു ആത്മീയ ബന്ധമാണ്. ആ ബന്ധമാണ് നമ്മെ ഓരോ പ്രതിസന്ധിയിലും നമ്മുടെ ജീവിതത്തിൽ നമ്മെ താങ്ങി നിർത്തുന്നത്. അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി എന്നത് ഉടമ്പടി മക്കളുടെ ജീവിതാനുഭവമാണ്. ഓരോ മക്കളുടെ ജീവിതത്തിലും നമ്മുടെ ദുർബല നിമിഷങ്ങളിൽ ഒരുപക്ഷെ നമ്മളെ ഉടമ്പടിയിലെ വീഴ്ചകൾ വന്നിരിക്കാം, തെറ്റുകൾ വന്നിരിക്കാം. എങ്കിലും കൃപാസന അമ്മയുടെ സന്നിധിയിലെത്തുമ്പോൾ അമ്മ നമ്മളെ കുറ്റപ്പെടുത്താതെ പരിശുദ്ധ അമ്മ നമ്മുടെ കൃപയുടെ കാരുണ്യത്തിൻ്റെ ഉറവിടത്തിലേക്കാണ് നമ്മെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. ജീവിതത്തിൽ വീഴ്ചയുണ്ടായാലും ഉടമ്പടിയിലൂടെ ദൈവകാരുണ്യം ദൈവകൃപ വീണ്ടും നമ്മെ ഉയർത്തുകയാണ്. ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടമ്പടിയിലുള്ള ആ തീഷ്ണത വീഴ്ചയിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ തീഷ്ണതയിൽ ഉള്ള വീഴ്ച എങ്കിലും പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ നിന്ന് നമ്മെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഓരോ സാക്ഷ്യങ്ങളാണ് നാം കേൾക്കുന്നത്. ഓരോ ദിവസവും ഉടമ്പടി പ്രാർത്ഥനയിലൂടെയും വിശ്വാസ ജീവിതത്തിലൂടെയും വഴുതി പോകുന്ന സ്ഥിരതപ്പെടുത്തുകയാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളും നിരാശകളും പലപ്പോഴും നമ്മെ തളർത്തുന്നു. ഇവയൊക്കെ നമ്മളെ വീഴ്ചയിലേക്ക് നയിക്കാം. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയാണ് നമ്മെ താങ്ങി നിർത്തുന്നത്. ദിൽഷയുടെ ജീവിതത്തിൽ അതുപോലെ തന്നെയാണ്. വളരെ തീഷ്ണതയോടു കൂടിയാണ് ഉടമ്പടി ജീവിതം സ്റ്റാർട്ട് ചെയ്തത്. +2 എക്സാമിന് പരീക്ഷയിൽ വളരെ ഡിഫിക്കൽട്ടായിരുന്ന ഒരു കെമിസ്ട്രി എക്സാമിന് വേണ്ടിയിട്ട് വളരെ തീഷ്ണമായിട്ട് ഉടമ്പടി ജീവിതം നയിച്ചു. ആത്മാർത്ഥമായിട്ട് വിശ്വസ്തയോടെയാണ് നയിച്ചത്. അങ്ങനെയാണ് +2 എക്സാമിന് നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ സാധിക്കുകയും പിന്നീട് നഴ്സിങ്ങിന് പോയപ്പോൾ കുറച്ച് ഡിഫറൻ്റായി വ്യക്തിയെ തന്നെ ഒരു മാറ്റമായി. എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ അത് കിട്ടിയില്ല. 1 വർഷം കഴിഞ്ഞേ ആവുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്നാണ് ഈ മകൾ തീർത്ഥാടന ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് 1 വർഷം സമയ ചുരുക്കത്തിൻ്റെ അമ്മ അതിലിടപെടുകയും 2 മാസത്തിനകം എഡ്യൂക്കേഷൻ ലോൺ കിട്ടുകയും ആ സമയത്തിന് തന്നെ നഴ്സിങ്ങിനുള്ള പഠനത്തിനുള്ള ആ ഫീസെല്ലാം അടയ്ക്കുവാൻ സാധിക്കുകയും ചെയ്തു. അതും ഉടമ്പടിയിലുള്ള നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ടും സമയ ചുരുക്കത്തിൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ് ആ എഡ്യൂക്കേഷൻ ലോൺ പെട്ടെന്ന് പാസ്സാകാൻ സാധിച്ചത്. പിന്നീടാണ് ഈ മകള് ഒരു അല്പം വീഴ്ച സംഭവിച്ചത്. കാരണം ഉടമ്പടിയിൽ മുന്നോട്ട് പോയപ്പോൾ കുറച്ചൊക്കെ ലാഗ് ചെയ്തു. കാരണം പ്രാർത്ഥനയിൽ അത്ര തീഷ്ണത കുറച്ച് കുറഞ്ഞു. അങ്ങനെയാണ് നഴ്സിംഗ് എക്സാമിന് പോയപ്പോൾ അവിടെ ഒരു ഫെയിലിയറായി. അത് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഉടമ്പടിയിലേക്ക് കൂടുതൽ തീഷ്ണതയോടെ കെട്ടുപോയ ആ തീഷ്ണത വീണ്ടും
കത്തിച്ച് ജ്വലിച്ച് ഒരു ഉണർവോടെയാണ് ഈ മകൾ ഉടമ്പടിയിലേക്ക് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നാലും കുറ്റപ്പെടാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തിയെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ മകളുടെ കാര്യത്തിലും. കാൽ വഴുതുന്ന നിമിഷത്തിൽ കർത്താവാണ് ഈ മകളെ താങ്ങി നിർത്തി മുന്നോട്ട് നയിച്ചത്. പിന്നീട് വളരെ തീഷ്ണതയോടുകൂടി പഠിക്കുകയും എല്ലാ എക്സാമും നല്ല രീതിയിൽ പാസ്സാകാൻ സാധിക്കുകയും ചെയ്തത്. പിന്നീട് ഈ മകൾ പറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാലാണ് ഞാൻ എക്സാം പാസ് ചെയ്തതെന്നാണ്. അത് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഈ മകളുടെ കൂടി ഉണ്ടായിരുന്നു എന്നും മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. 10 വർഷത്തോളം ഒരു ഭവനം ഒരു സ്വപ്നമായിരുന്നു. കാരണം യാതൊരു രീതിയിലും 10 വർഷത്തോളം പല പഞ്ചായത്ത് ഓഫീസുകളിൽ കയറി ഇറങ്ങിയെങ്കിലും ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചില്ല. ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് എങ്ങനെയോ എവിടെ നിന്ന് തന്നെ ഇവർക്ക് തന്നെ അറിയില്ല, പെട്ടെന്നാണ് ഒരു ഭവനം ആഗ്രഹിച്ചതിലും കൂടുതൽ നല്ല രീതിയിൽ സ്വപ്നത്തിൽ പോലും കാണാൻ സാധിക്കാത്ത രീതിയിലാണ് ഈശോയും അമ്മയും ഇവർക്ക് ഒരു ഭവനം നൽകി അനുഗ്രഹിച്ചത്. അതും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാലാണെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീഴ്ചകൾ വലുതാണ്, പക്ഷെങ്കിൽ ദൈവകൃപ ദൈവകാരുണ്യം അതിലും വലുതാണ്. ഉടമ്പടി ജീവിതത്തിൽ ഈശോയും കൃപാസന അമ്മയും നമുക്ക് താങ്ങായി നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കാൽ വഴുതാതെ നമ്മളെ താങ്ങി നിൽക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും നമ്മെ സംരക്ഷിക്കുന്ന കൃപാസന അമ്മ, പരിശുദ്ധ അമ്മ നമ്മുടെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദിൽസ മാത്യുവിനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.